ഞാൻ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഈ ആളറിയോ നിനക്ക്? അറിയില്ല. കണ്ടാൽ എന്താ പറഞ്ഞു? അറിയില്ല. ഓ മൈനസ് ആണല്ലോ. സാർ നമുക്ക് വിഷയത്തോട് എടുക്കാം സാർ. അയ്യോ അങ്ങനല്ല. അപ്പുക്കുട്ടനെ വിളിപ്പിച്ചെന്ന് പറഞ്ഞാല് ഒരു ആശാനെ അറിയാം അപ്പുക്കുട്ടന്. ഓ എനിക്കറിയാം എന്റെ ആശാൻ. അതല്ലേ അങ്ങോട്ട് പോയി. എവിടെ പോയാ? ആശാൻ പറഞ്ഞത് നിങ്ങളാരും പോയി ഏതോ കുടുംബത്തിൽ ചേർത്ത് എന്തൊക്കെയോ പറയുന്നത്. പിന്നെ കുടുംബത്തിലുള്ള ആൾക്കാര് വിടുന്നില്ല. മനസ്സിലായാ? അക്ഷരന്റെ കട്ടിലൊന്നും അടിക്കരുത്. ഹലോ വ്യാസു. സാധേവ സാറേ ഞാനിത് പുറത്തുണ്ട്. സാധേവ സാറേ ഇപ്പൊ വരാം. വരുന്നുണ്ട് സാറേ. പെട്ടെന്ന് വരുന്നുണ്ട് സാറേ. അതേവ സാറേ വിളിച്ചത്. വ്യാസ വന്നിട്ട് സുഖല്ലേ? എനിക്ക് ഞാനിതാടാ ഇന്നെത്തിയതാന്ന്. ഫോണ് പോക്കറ്റിൽ വെക്കാൻ കഴിഞ്ഞില്ല. എന്തുണ്ട് എന്നാ പിന്നെ നിന്നെ കാണുമ്പോ ഞാനിവിടെ കടന്നു ചിരിക്കണല്ല. പെട്ടെന്ന് ഞാനത് പിന്നല്ലേ എന്റെ ബെസ്റ്റീനെ ഒന്ന് കാണണം എന്ന് വെച്ചിട്ട് വന്നതായിരുന്നു. പിന്നെ കൂട്ടത്തില് ഞാൻ പിന്നെ എന്റെ അപ്പുക്കുട്ടനെ കാണാണ്ടായി പോയി. ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഓനെ പറ്റി ഒരു വിവരവും ഇല്ല. അപ്പൊ മുതുക്കില് നിന്നാ പിള്ളേർ പറഞ്ഞ് ഓനെ മറ്റേ ടീമാന്ന് അധോലോകാന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലെടുത്തതെന്ന് എനിക്ക് അറിയണ്ടേ? ഞാൻ നിങ്ങള് പിടിച്ചോണ്ടിന്നല്ലേ വിചാരിക്കുന്നത്. എന്നാട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് എന്റെ ചെക്കനെ കാണാണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ വന്നതാണെങ്കിൽ മുതിര വന്നിട്ട് ഇവൻ പറയുന്നതെല്ലാം മറ്റെന്തല്ലോ പറയുന്നു. ഓനാടെ അടിച്ചു കിടക്കുന്നുണ്ട്. ഇവൻ ആദ്യം പറഞ്ഞു ഇവന്റെ പേര് പിന്നെ പറഞ്ഞ് മന്ദാകന്ന്. പിന്നെ പറഞ്ഞെന്ത് ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു നിന്റെ അച്ഛന് കുതിരക്കത്തോടാന്നോ മുതിരാന്ന് പേരിടാൻ വേണ്ടിട്ട്. അത് ഞാൻ പറഞ്ഞു നിന്റെ മൂന്ത കാണുമ്പോ തന്നെ ഒരു മന്ദാരം പൂത്ത പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അവനോട്. ഞാൻ കാണോ നോക്കറാ നമുക്ക് സ്റ്റേഷനിലെ കേസ് ആദ്യം സോൾവ് ചെയ്യാം. അത് തീർക്കാം. അണ്ടി വാ അണ്ടി. എന്റെ പേര് അണ്ടി. ആണ്ടിന്ന് വിളിക്കല് ഞാൻ. എടാ വാസു എങ്ങനെയുണ്ട് നിന്റെ കഷണ്ടിക്ക്? ഇപ്പൊ ഒരു മാറ്റമില്ലല്ലോ. നീ എണ്ണയൊന്നും തേക്കില്ലേ? ഓ അത് ശരി. ഞാൻ വിചാരിച്ചു മുടി വളരാത്തത്. നീ എന്തിനാ മറ്റേ തൈലത്തിനെല്ലാം പോകുന്നുണ്ടായിരുന്നില്ലേ? ശബ്ദമൊക്കെ അടിപൊളിയായല്ലോ. അത് പിന്നാല് ഞാനിങ്ങ് എടുത്തോണ്ട് വരും കേട്ടോ ഉടനെ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. എന്റെ കേസ് പിൻവലിക്കാം. എന്നെ പൊട്ടിട്ടാ അത് കേസ് തീർക്കാതെ സംസാരിക്കാം. ആശാനെ കണ്ട സന്തോഷത്തിന് അങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന. നമുക്ക് കേസ് സോൾവ് ചെയ്തിട്ട് വരാം. സാറേ ഇതാണ് കംപ്ലൈന്റ്. വരൂ, ആള് സേഫ് ആയിട്ടുണ്ട്. വാ. ഇത് നമ്മളെ വരസാറ്. ആദ്യം തന്നെ ഞാൻ സാറിന്റെ നമ്മുടെ ആശാന ചെറിയൊരു കേസ് അത് കഴിഞ്ഞ ഉടനെ എത്താം. ഞാൻ എന്തായാലും വാസുവിനെ അങ്ങോട്ട് വന്ന് കാണണമെന്നിരുന്നതാണ്. വാസുവിന് ഞാൻ അന്നൊരു കേസ് പറഞ്ഞു ഓർമ്മയുണ്ടോ? നമ്മുടെ ബീച്ച് ഏരിയക്കകത്ത് വെഹിക്കിൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഫാമിലി വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഗൃഹനാഥനെയാണ് നമ്മൾ അറിയിക്കുക എന്നുള്ളത്. വാസുവിന് ഞാൻ 2-3 ഫോട്ടോസ് അയച്ചു തരാം. വാസുവിന്റെ നമ്പർ സാറേ എന്ന കൂട്ടത്തിൽ എനിക്ക് അയച്ച സാറേ നമ്പർ. സാറേ എന്റെ ഫോൺ ഡിസേബിൾഡ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തോട്ടെ. ആ ഫോട്ടോ കൂടി അയക്കണേ സാറേ. വണ്ടി നിർത്തിയിട്ട ഫോട്ടോ തുറന്നുവിട്ടതേ പ്രശ്നമാണ്. ഒരു മിനിറ്റ്. ഹലോ വാസനല്ലേ? അതെ വാസനയാണ്. സിറ്റി കയറുകയാണെങ്കിൽ അണ്ണനെ കാണണം എന്നാണ് എന്റെ ഒരു ഇത്.
ആണല്ലേ? അപ്പൊ ഇന്ന് അവസാന ദിവസം നിന്നെ കൊണ്ടുപോയി. ഇങ്ങനെ നേരെ വന്ന് സംസാരിക്കാൻ പാടില്ല. ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടാ ഒരു മിനിറ്റ്. ഗയ്സ്, ഇത് തന്നെയല്ലേ എന്റെടാ? എന്റെ പാസ്വേഡ് മറന്നു പോടാ. എനിക്കൊന്ന് പരിചയപ്പെടണം. വാസു പൂക്കിയല്ലേ? വാസു പൂക്കി. എന്തടിച്ചിട്ടും വരുന്നില്ല. വാസു പൂക്കി. എടാ എന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തോണ്ട് പോയടാ. പോകുന്ന ആശാനെ സന്തോഷിച്ച സമാധാനമായിട്ട് നമ്മള് ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആശാൻ ഇപ്പൊ ഇങ്ങനെ വരുന്നത്. ആണല്ലേ? ആശാന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? നല്ല പോന്നപ്പാ. പക്ഷെങ്കില് ഞാൻ എന്റെ അമ്മക്കുട്ടീനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓള് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അതിപ്പോഴും വിട്ടില്ലല്ലേ? അതെങ്ങനെയാ വിടുവാ മോനെ? ഞാൻ വിട്ടതൊക്കെ നിന്നോട് ആരെ നോക്കാൻ വേണ്ടി പറഞ്ഞ? ഞാൻ ഓൾറെഡി നോക്കിയതാണല്ലോ. അത് നീ നോക്കാത്ത ആരാ ഇല്ല ഈ സിറ്റിയില്? ആ ബാലന്റെ പെണ്ണുണ്ടാവുമായിരിക്കും നോക്കാത്ത. അല്ലാത്ത ഏതാ ഉള്ളത് ഇവിടെ സിറ്റിയിലുള്ളത്? ഞാൻ അങ്ങനെ ആരുടെ പുറകെ പോണ ഒരു ടൈപ്പ് അല്ല ആശാനെ. അത് ശരിയാ നടക്കാനാ ഇഷ്ടം. അതെ, നമ്മുടെ പുറകെയാണ് പുറകെ പേര് വരുന്നത്, മനസ്സിലായോ? അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകേണ്ട ഗതികേടൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും നന്നായി. ആശാന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? ആശാൻ ഉണ്ടാവോ ഇവിടെ? ഞാനാ നോക്കട്ടപ്പ, ഉറപ്പില്ല. ഇടക്കിടക്ക് വരാം. വാസു, നീ അറിഞ്ഞ എലി സ്കൂൾ തുടങ്ങി പോലും. ഓ, അത് ഞാൻ പിന്നെ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓളടുത്ത് ഞാൻ ചോദിച്ചു, ഈ ബുദ്ധി വിവരമില്ലാത്ത നീയല്ല എങ്ങനെ സ്കൂൾ തുടങ്ങിയെന്ന്. ഇത് തന്നെയാണ് എന്റെ സംശയം. അതന്നെയല്ലേ പറയുന്നു. ഓള അതിന്റെ പ്രിൻസിപ്പൾ ആവല്ലോ. അത് ഏറ്റവും വലിയ കോമഡി. അതെ സത്യം. പിന്നെ 5ാം ക്ലാസ് പോലും പഠിക്കാത്തതൊക്കെ ആടെ പഠിക്കാൻ വരുന്ന പിള്ളേരെ കാര്യം ഞാൻ ആലോചിക്കുന്ന. നിങ്ങളെ വണ്ടി എടുത്ത് എലി വിദ്യാലയത്തിലോട്ട് അങ്ങോട്ട് വാ. ആടെ ഓള് ഉണ്ടാവുക? ഉണ്ടോ നോക്കാം. ആശാനെ, ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് അവളോട് ഒരു താല്പര്യമില്ല ഇപ്പം. ഓക്ക് നിന്നോടും താല്പര്യം ഇല്ലല്ലോ? വണ്ടി ഉണ്ടായിട്ടില്ലല്ലോ. നീയല്ലേ ഓളെ ബാക്കിൽ ഇറന്നിട്ടുണ്ടായിരുന്നേ? എലി മറ്റേ എലി വിദ്യാലയത്തിലുണ്ടാ? എലി ഞാൻ നിങ്ങൾക്ക് സംസാരിക്കരുത് കേട്ടാ. എനിക്ക് ഓർമ്മയില്ലേ നമ്മള് ഡോക്ടറെ കാണിക്കാൻ പോയതെല്ലാം? ജോണിയല്ല, എലിയാടിയുണ്ട്. എലി വിദ്യാലയത്തിൽ പോയാൽ മതി. അതെ അനക്കും അതെ. ആ ബാബുടെ. പക്ഷെ ആശാനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആശാൻ ഉള്ളടം വരെയുള്ള സ്റ്റോറി എല്ലാം അറിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പെട്ടെന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം. ആശാനെ, ചന്ദ്രന് ബുദ്ധിയില്ലാത്ത ചന്ദ്രന് ബ്രെയിൻ ട്യൂമർ ആവുന്ന വരെ പറഞ്ഞ് ഞാൻ അവളെ വളച്ച് സെറ്റാക്കി. മുതുക്കിലാടാ? എലി വിദ്യാലയത്തിൽ പൊക്കെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഏട്ടാ, ബുദ്ധിയില്ലാത്ത ചന്ദ്രന് ബ്രെയിൻ ട്യൂമർ വരെയാണെന്ന് പറഞ്ഞ അവളെ വളച്ച് സെറ്റാക്കിയതിനു ശേഷം ഇവള് ഒരു 10-20 ദിവസത്തേക്ക് സിറ്റിയിൽ വന്നില്ല. ഞാൻ വിചാരിച്ച കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല. എലിയുടെ അടുത്ത് വന്ന് ഞാൻ വിചാരിച്ച ഒരു കെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് മാത്രം കാണാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് ഞങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വളർന്നു. ഈ സമയത്ത് അവൾക്ക് അവളുടെ ലൈഫിൽ ഏതോ പന്നിപ്പൊക്ക് കച്ചവടക്കാരനും കുണ്ണ കച്ചവടക്കാരനും ഒക്കെ വന്ന്. പക്ഷെ നിന്റെ കയ്യിൽ അണ്ടി ഉണ്ടല്ലോ. എന്ത് അണ്ടി ഫാക്ടറി ഇതിനേക്കാളും മുടക്ക് മുതലും മറ്റേ വരുമാനം ഉള്ളൊരു സാധനമായിരുന്നു അത്, മനസ്സിലായ? എന്നിട്ട് ഇവളെന്നെ കമ്പയർ ചെയ്യാനൊക്കെ തുടങ്ങി. പന്നി കച്ചവടം 10-50 ഏക്കർ. എനിക്കിതൊക്കെ ട്രിഗറായി പൊളിഞ്ഞ് പറഞ്ഞേക്കെ. എന്നിട്ട് ഇവള് നൈസായിട്ട് എന്നെ പറ്റിച്ച് എന്റെ കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ച് നൈസായിട്ട് ഈ സ്കൂൾ, പിന്നെ സത്യമുള്ള കാര്യമല്ലേ ഇത്? ഈ നാട് മൊത്തം അറിയാം. പിന്നെ എന്നിട്ട് എന്റെ സാധനങ്ങളെല്ലാം മേടിച്ച് പൈസയൊക്കെ നൈസായിട്ട് ഒതുക്കിയിട്ട് നേരെ കൊണ്ടുപോയി അവിടെ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്ത്, മനസ്സിലായ?
വെറുതെ ഓള് നിന്റെ വലിയ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ടാടാ. അതെ 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 ഇത് കാണുമ്പോ സുഖിച്ച് ഞാൻ ആരോടും ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചേട്ടാ. ഇവള് കള്ളി, ഇവളുടെ അച്ഛനും ആളുടെ അച്ഛൻ അതിലും വലിയ കള്ളനാണ്, മനസ്സിലായ? പുള്ളി ഇപ്പഴും ചെയ്യില്ല. കുടുംബപരമായിട്ടേ കള്ളന്മാരാണ്. അതെ, ഇവിടെ അച്ഛന്റെ അച്ഛനെ വരെ ലുക്കൗട്ട് നോട്ടീസ്, ഇവരുടെ ഒരു കുടുംബത്തിന്റെ മഹിമ എന്നു പറഞ്ഞാൽ ലുക്കൗട്ട് നോട്ടീസ് വന്നാൽ അപ്പൊ കല്യാണം നടത്തും. അതാണ് അവരുടെ ഒരു കുടുംബത്തിന്റെ അച്ചീവ്മെന്റ്. അതാണ് അച്ഛന്റെ ഫോട്ടോ മറ്റേ ലുക്കൗട്ട് നോട്ടീസ് വന്നപ്പോഴാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അന്നാണ് ഇവളുണ്ടായത്. ഇപ്പൊ ഇവളുടെ ഫോട്ടോ ഇവിടെ സ്ഥിരം പീഡിയിൽ വരും. അച്ചീവ്മെന്റ് അവൾ അൺലോക്ക് ആക്കി, മനസ്സിലായോ? ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. ഓളെന്നോട് പറഞ്ഞു എനിക്ക് പീഡിയിൽ വരാൻ വേണ്ടിട്ട് പറ്റൂലെന്ന്. അതെന്താ കാരണം? ഇതാണ് കാരണം. പിന്നെ ഇവള് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് അവളുടെ വല്യച്ഛന് കല്ലറ പണിയുന്നത് പോലെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു ഷെഡ് പണിതിട്ട് അത് ഞാൻ ചോദിച്ചിന്. ഞാൻ പറഞ്ഞു നീ ബസ്സിന് പോക്കില്ലല്ല, പിന്നെന്തിനാ നീ ഓന് വേണ്ടിട്ട് ബസ് സ്റ്റോപ്പ് തുടങ്ങിയെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ. അതാ പറഞ്ഞേ, ഈ സിറ്റിയിലെ ബസ് പോലും അവിടെ ബസ് നിർത്തുപോലും ഇല്ല, മനസ്സിലായ? എന്നിട്ട് ഇവിടെ എന്നിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടെ പണിതങ്ങ് വെച്ച് കണ്ട പട്ടിക്കൂട് ഇതിലും നല്ലല്ലേ? ഞാൻ നോക്കി ഇതിനകത്ത് ഇരിക്കാൻ ഒരാൾക്ക് പറ്റുമോ നോക്കിയേ ആശാനെ. ഇതിനകത്ത് ഒരാൾക്ക് ഇത് നിന്നെ നാണം കെടുത്താനായിട്ട് ഇവിടെ ആക്കി വെച്ചാൻ തോന്നുന്നു ഇത് സാധനം. ഉറപ്പായിട്ടും ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് വാസുവിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ്. അവളുടെ അച്ഛന് ഒരു കോണകം സമർപ്പിക്കാൻ പറ ആദ്യം, എന്നിട്ട് മതി എനിക്ക് ബസ് സ്റ്റാൻഡ്. തുറക്കത്തില്ല ആള് വരണം. അവളുടെ അച്ഛന്റെ നിധി ഇരിക്കണം ഇതിനകത്ത്. ഓള് വരട്ടെ, ഓളോട് ചോദിച്ചോക്കാം. ഇല്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് വരില്ല, ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ടേ നിക്കുള്ളൂ കേട്ടാ. അതാ നല്ലത്. കണക്ക് ടീച്ചറുണ്ട്, ഇങ്ങൊന്നേ പറയട്ടെ. നന്ന പറ്റ പോയി കേട്ടാ മുടിയല്ലോ, പണ്ടത്തെ പോലെ നല്ലല്ലേ? എല്ലാ മണി സെയിം ഒന്നല്ലേ? ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ വന്നപ്പോ അച്ഛന്റെ പേരെന്ന് ചോദിച്ചപ്പോ വെയിറ്റ് ചെയ്യാൻ ചോദിക്കണം പറഞ്ഞോളാം.